വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഏത് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പും നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട ചില ടോപ്പിക്കുകൾ ഉണ്ട്. അത്തരം ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പൊ പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് പറയുമ്പോൾ പഞ്ചവത്സര പദ്ധതിയൊക്കെ നമ്മൾ പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ചും അതുപോലെ തന്നെ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിനെ കുറിച്ചും പ്ലാനിംഗ് കമ്മീഷൻ മാറ്റി നീതി ആയോഗ് വന്നതിനെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി അല്ലേ. അപ്പൊ അതില് പഞ്ചവത്സര പദ്ധതി ഇപ്പോഴും സ്ഥിരമായി പരീക്ഷയ്ക്ക് കാണാറുള്ളതാണ്. പ്ലാനിംഗ് കമ്മീഷൻ അവസാനിപ്പിച്ചു എങ്കിലും ആസൂത്രണ കമ്മീഷൻ ഇപ്പൊ ഇല്ലെങ്കിലും അതും ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ 12 പഞ്ചവത്സര പദ്ധതികൾ എന്ന് തുടങ്ങി എന്ന് അവസാനിച്ചു, അത് ഏതൊക്കെ മോഡലുകളാണെന്നാണ് അറിയപ്പെടുന്നത്, അതുപോലെ തന്നെ അതിന്റെ ലക്ഷ്യങ്ങൾ എന്താണ്, ചില പഞ്ചവത്സര പദ്ധതികളുടെ പ്രത്യേകതകൾ എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതിൽ നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്നത് ഫസ്റ്റ് 5 ഇയർ പ്ലാനിനെ കുറിച്ചാണ്. എന്താണ് ഫസ്റ്റ് 5 ഇയർ പ്ലാനിന്റെ പ്രത്യേകത? ഫസ്റ്റ് 5 ഇയർ പ്ലാന് നമ്മൾ സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയതിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് അല്ലെ. 1951-56 കാലയളവിലാണ് ഈ പ്ലാൻ കൊണ്ടുവന്നത്. അപ്പൊ എന്താണ് ആദ്യമായിട്ട്, അപ്പൊ നമ്മൾ എന്താ പറയാ, പല പ്രശ്നങ്ങളും, ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയി, സാമ്പത്തികമായി വളരെയധികം മോശമാണ്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു കാർഷിക രാജ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ മുൻതൂക്കം കൊടുത്തത് എന്തിനാണ്? കാർഷിക മേഖലയുടെ കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ഊന്നൽ നൽകിക്കൊണ്ട് 1951 മുതൽ 56 വരെയുള്ള കാലയളവിൽ നമ്മൾ ഏത് പദ്ധതി കൊണ്ടുവന്നു? ഒന്നാം പഞ്ചവത്സര പദ്ധതി കൊണ്ടുവന്നു. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുവന്ന പദ്ധതി ആയതിനാൽ ഇതിനെ കാർഷിക പദ്ധതി എന്ന പേരിട്ട് വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു? കാർഷിക പദ്ധതി. അപ്പൊ കാർഷിക മേഖലയാവുമ്പോ കൃഷി, ജലസേചനം എന്നിവയ്ക്കൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക അല്ലെ. ഇനി ഇതിന് വേറൊരു പേരിട്ട് വിളിക്കേണ്ട ഹരോൾഡ് ഡോമർ മോഡൽ. അപ്പൊ ഹരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് എന്നും കൂടി ഓർത്തു വെക്കണം. ഇനി ഈ കാലത്ത് UGC നിലവിൽ വന്നു എന്ന് പറയുന്നതും ഇന്ത്യയിൽ പ്രധാനപ്പെട്ട 5 IITകൾ നിലവിൽ വന്നു എന്ന്, അതുപോലെ തന്നെ ബക്രാനങ്കൽ, എന്താണ് ബക്രാനങ്കൽ, അതുപോലെ തന്നെ ഹീരാക്കുഡ്, ബക്രാനങ്കൽ ഹീരാക്കുഡ് എന്ന പ്രധാനപ്പെട്ട 2 അണക്കെട്ടുകൾ നിർമ്മിച്ചു എന്നുള്ളതും ഓർത്തു വെക്കുക. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? ജവഹർലാൽ നെഹ്റു ആണ്. അദ്ദേഹം ബക്രാനങ്കൽ അണക്കെട്ടിന്റെ ഉദ്ഘാടന വേളയിലാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. അപ്പൊ ഒന്നാം പഞ്ചവത്സര പദ്ധതി ക്ലിയർ ആയോ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം നമ്മൾ 1951-56 കാലയളവിൽ ആദ്യമായിട്ടൊരു പദ്ധതി തുടങ്ങുകയാണ്. അത് കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് ആരംഭിച്ചു. കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നു. ഹരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നു. UGC വന്നതും 5 IITകൾ ഇന്ത്യയിൽ വന്നതും ബക്രാനങ്കൽ, ഹീരാക്കുഡ് തുടങ്ങിയ അണക്കെട്ടുകൾ വന്നതും ഒക്കെ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ് എന്ന് വിശേഷിപ്പിച്ചത് ബക്രാനങ്കൽ അണക്കെട്ടിന്റെ ഉദ്ഘാടന വേളയിൽ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അതിനുശേഷം നമ്മുടെ രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി വരികയാണ്, സെക്കൻഡ് പ്ലാൻ വരികയാണ്, സെക്കൻഡ് 5 ഇയർ പ്ലാൻ. അത് ആരംഭിക്കുന്നത് എന്നായിരിക്കും? 1956. മറ്റേത് 56 അവസാനിച്ചു അല്ലെ. അപ്പൊ 5 കൊല്ലം ആവുമ്പോൾ 56 മുതൽ 61 വരെയാണ് ഈ പ്ലാന്. ആദ്യം നമ്മൾ കൃഷിക്ക് മുൻതൂക്കം കൊടുത്തുവെങ്കിൽ രണ്ടാമത് നമ്മൾ എന്തിനാ മുൻതൂക്കം കൊടുത്തേ? വ്യവസായത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. അപ്പൊ രണ്ടാമത്തത് ലക്ഷ്യം എന്തായിരുന്നു? വ്യവസായ വികസനം. അങ്ങനെ തന്നെ പഠിക്കണം. വ്യവസായത്തിന്റെ വികസനമാണ്. ആദ്യം കാർഷിക മേഖലയുടെ വികസനമാണെങ്കിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യവസായിക വികസനത്തിന് ഊന്നൽ നൽകി. അങ്ങനെ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഛത്തീസ്ഗഡിൽ ഭിലായ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഈ സമയത്ത് എന്താ പറയുക, ഛത്തീസ്ഗഡിലെ ഭിലായില് പ്രധാനപ്പെട്ട ഒരു വ്യവസായശാല വന്നു. അതുപോലെ തന്നെ എവിടെയാണ്? വെസ്റ്റ് ബംഗാളില് ദുർഗാപൂറില്, എവിടെയാണ്? ദുർഗാപൂർ, അവിടെ എന്ത് പറഞ്ഞു? വ്യവസായശാല വന്നു. അതുപോലെ തന്നെ ഒഡീഷയിലെ റൂർക്കേല എന്ന് പറയുന്ന സ്ഥലത്ത്. ഇതൊക്കെ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിലവിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട വ്യവസായശാലകളാണ്. ഛത്തീസ്ഗഡിലെ ഭിലായ്, അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിലെ ദുർഗാപൂർ, ഒഡീഷയിലെ റൂർക്കേല തുടങ്ങിയവ.
രണ്ടാം പഞ്ചവത്സര പദ്ധതിയെ നമ്മൾ മഹലനോബിസ് മോഡൽ എന്ന് വിളിക്കുന്നു. അപ്പൊ മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇത്രയും ക്ലിയർ ആയോ മക്കളെ? രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യവസായത്തിന് ഊന്നൽ നൽകി, അല്ലെ? അതുകൊണ്ട് തന്നെ വ്യവസായശാലകളായ ഭിലായ്, ദുർഗാപൂർ, റൂർക്കേല എന്നിവ ആരംഭിച്ചു. മഹലനോബിസ് മാതൃക എന്ന് അറിയപ്പെടുന്നു. ഇനി അടുത്തത് നമ്മൾ നോക്കേണ്ടത് തേർഡ് 5 ഇയർ പ്ലാനെ കുറിച്ചിട്ടാണ്. തേർഡ് പ്ലാൻ എന്നാണ് ആരംഭിച്ചത്? തേർഡ് പ്ലാൻ തുടങ്ങിയത് 1961 പ്ലാന്റെ കാലയളവ് 5 വർഷം, 1966 വരെ. എന്താണ് ലക്ഷ്യം? ഭക്ഷ്യ സ്വയം പര്യാപ്തത. ഭക്ഷ്യ സ്വയം പര്യാപ്തതയാണ് ലക്ഷ്യം. ഭക്ഷ്യ സ്വയം പര്യാപ്തത. പിന്നെയോ സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത എന്നീ ലക്ഷ്യങ്ങളോടുകൂടി മൂന്നാം പഞ്ചവത്സര പദ്ധതി തുടക്കം കുറിച്ചു. ഇവിടെ ആ സമയത്ത് 62 ഇന്ത്യ ചൈന യുദ്ധം വന്നു. ഇന്ത്യ ചൈന യുദ്ധം വന്നപ്പോ നമ്മൾ എന്ത് പ്രഖ്യാപിച്ചു? ഈ സമയത്താണ് പ്ലാൻ ഹോളിഡേ വന്നത് എന്ന് ഓർക്കാം. പ്ലാൻ ഹോളിഡേ 1966, 69 കാലയളവിലാണ്. അപ്പൊ ഈ സമയത്ത് 1962 എന്താണ്? ഇന്ത്യ ചൈന യുദ്ധം ഉണ്ടായി. 1965, 65 അല്ലെ? 65, 66 ഇന്ത്യ പാക് യുദ്ധം ഉണ്ടായി. അപ്പൊ പിന്നെ നമുക്ക് പ്ലാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാണ്ടായി. അപ്പൊ പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ചു 66, 69 കാലയളവിൽ. ഈ സമയത്ത് എന്താണ്? മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയത്തെ തുടർന്ന് പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ചു എങ്കിലും ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഈ പ്ലാൻ ഹോളിഡേ ഒക്കെ പ്രഖ്യാപിച്ച് വാർഷിക പദ്ധതികൾ നടപ്പിലാക്കിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ്. ഹരിത വിപ്ലവം MS സ്വാമിനാഥൻ ആരംഭിച്ചത് അല്ലെ? ഏത് കാലത്താണ്? മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അപ്പൊ മൂന്നാമത്തെ പദ്ധതിയെ കുറിച്ച് ഏകദേശം ഒരു ധാരണയായോ? ഇനി നാലാമത്തെ പ്ലാൻ വരികയാണ്. ഫോർത്ത് 5 ഇയർ പ്ലാൻ. അപ്പൊ നമ്മുടെ എവിടെ അവസാനിച്ച്? 69 അവസാനിച്ച പ്ലാൻ ഹോളിഡേ. 1969 ഇത് തുടങ്ങി. 1974 വരെയാണ് ഈ പദ്ധതി. എന്താണ്? സ്ഥിരതയോട് കൂടിയ ഒരു വളർച്ചയാണ് ഈ പഞ്ചവത്സര പദ്ധതി കാലത്ത് നമ്മൾ ലക്ഷ്യമിട്ടത്. എന്താണ്? സ്ഥിരതയോടുകൂടിയ ഒരു വളർച്ച ഉണ്ടാക്കുക എന്നുള്ളതാണ് ഫോർത്ത് 5 ഇയർ പ്ലാനിൽ നമ്മൾ ലക്ഷ്യമിട്ടത്. അപ്പോ സ്ഥിരതയോടുകൂടി വളർച്ച ഉണ്ടാവണമെങ്കിൽ ദുർബല വിഭാഗത്തിനൊക്കെ നമ്മൾ ഊന്നൽ നൽകിക്കൊണ്ടാണ് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയത്. 14 ബാങ്കുകൾ ദേശസാൽക്കരണം നടത്തിയത്. ബാങ്ക് നാഷണലൈസേഷൻ അല്ലെ? 14 ബാങ്കുകളുടെ ദേശസാൽക്കരണം നടത്തിയതും ഈ കാലഘട്ടത്തിലാണ്. ബാങ്ക് ദേശസാൽക്കരണം നടത്തിയത് ആരുടെ കാലത്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് എന്ന് പറയണം. കൂടാതെ ഈ പദ്ധതി അറിയപ്പെടുന്നത് ഗാഡ്ഗിൽ മോഡൽ പദ്ധതി എന്നാണ്. എന്താണ് ഗാഡ്ഗിൽ മോഡൽ പദ്ധതി? ഇവിടെയും 1971 ഇപ്പൊ എന്തുണ്ടായി മക്കളെ? ഇന്ത്യ പാക് യുദ്ധം, ബംഗ്ലാദേശ് ഉണ്ടാവുക, അങ്ങനെയൊക്കെയുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ടായി. അപ്പൊ സാമ്പത്തികമായും സാങ്കേതിക നിക്ഷേപങ്ങളിലൂടെയൊക്കെ നമ്മൾ എന്താണ് ഒരു സ്വാശ്രയത്വം നേടുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമായിരുന്നു. അങ്ങനെ ഈ പദ്ധതി കാലത്ത് നമ്മൾ എന്തു തുടങ്ങി എന്നാ പറയണേ? ഓപ്പറേഷൻ ഫ്ലഡ് തുടങ്ങി. ഓപ്പറേഷൻ ഫ്ലഡ് എന്താണെന്നറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും? എന്താണ് ഓപ്പറേഷൻ ഫ്ലഡ്? നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? പാലുൽപാദനമൊക്കെ വർദ്ധിപ്പിക്കുന്നതിനായി ഓപ്പറേഷൻ ഫ്ലഡ് ആരംഭിച്ചത് ഏത് കാലത്താണ്? ധവള വിപ്ലവം അല്ലെ? ആരംഭിച്ചത് ഏത് കാലത്താണ്? നമ്മുടെ 4ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അപ്പൊ ഇത്രയും കാര്യമെങ്കിലും നിങ്ങൾ
പരീക്ഷയ്ക്ക് പോണേക്കാൾ മുന്നൊന്ന് ഉറപ്പിച്ചു വെച്ചിട്ട് പോണം ട്ടാ. 4ാമത്തെ പ്ലാൻ 66, 69, 74 സ്ഥിരതയോടുകൂടിയ വളർച്ചയായിരുന്നു നമ്മൾ ലക്ഷ്യമിട്ടത്. ഇന്ദിരാഗാന്ധി വന്നു തുടങ്ങി 14 ബാങ്കുകൾ ദേശസാൽക്കരണമൊക്കെ നടത്തി, ഗാഡ്ഗിൽ മോഡലിലൊക്കെ അത് പദ്ധതി തുടങ്ങി. അപ്പോഴേക്കും 71 എന്തു വന്നു? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം വന്നു. അങ്ങനെ ബംഗ്ലാദേശ് രൂപീകരിച്ചു. പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി. ചിലത് പോസിറ്റീവായതും ചിലത് നെഗറ്റീവായതും അല്ലെ. ഇനി അടുത്തല് ഈ സമയത്ത് നമ്മൾ ഓപ്പറേഷൻ ഫ്ലഡ് തുടങ്ങി എന്നും ഓർത്തു വെക്കുക കേട്ടോ. ഇനി അടുത്തത് എന്താണ്? അടുത്ത പദ്ധതി എന്ന് പറയുന്നത് എത്രാമത്തെ പദ്ധതിയാണ്? 5th പ്ലാൻ ആണ്. 5ാം പഞ്ചവത്സര പദ്ധതി അഥവാ 5th പ്ലാൻ എന്ന് നമ്മൾ പറയും അല്ലെ. അത് 1974 തുടങ്ങണു, 1979 അവസാനിക്കണു. നമ്മുടെ ലക്ഷ്യം എന്തായിരുന്നു? ദാരിദ്ര്യ നിർമ്മാർജ്ജനം. മനസ്സിലാക്കുക, ആ കാലഘട്ടത്തൊക്കെ വളരെയധികം ദരിദ്രരായിട്ടുള്ള ധാരാളം ആൾക്കാര് നമ്മുടെ നാട്ടില്, നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് 5ാം പഞ്ചവത്സര പദ്ധതി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഊന്നൽ നൽകി. അതുകൊണ്ട് തന്നെ ഇന്ദിരാഗാന്ധി ഗരീബി ഹട്ടാവോ ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം മുഴക്കിയതും ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്? 5ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ് ട്ടോ. അപ്പോ അങ്ങനെ 5ാം പഞ്ചവത്സര പദ്ധതി വന്നു. ഇന്ത്യയില് ഇന്ദിരാഗാന്ധി 20 പരിപാടികളൊക്കെ ആരംഭിച്ചു. 20 പരിപാടികൾ, ഗരീബി ഹഠാവോ 20 പരിപാടികൾ അല്ലെ. ഇതൊക്കെ തുടങ്ങിയത് ആരുടെ കാലത്താണ്? ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്. ഏത് സമയത്താണ്? 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതി എന്ന 5ാം പഞ്ചവത്സര പദ്ധതിയെ നമുക്ക് വിശേഷിപ്പിക്കാം. 5ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് 1978, 80 കാലയളവിൽ എന്തു കൊണ്ടുവന്നു? റോളിംഗ് പ്ലാൻ. എന്താണ് കൊണ്ടുവന്നത്? റോളിംഗ് പ്ലാൻ കൊണ്ടുവന്നു. അപ്പൊ റോളിംഗ് പ്ലാൻ നടപ്പിലായത് 78, 80 ഏത് പഞ്ചവത്സര പദ്ധതി കാലത്ത്? 5ാം പഞ്ചവത്സര പദ്ധതി, 5th 5-year പ്ലാനിന്റെ കാലത്ത്. ഈ റോളിംഗ് പ്ലാൻ എന്ന ആശയം അവതരിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ഗുണ്ണർ മിർദാൽ എന്ന് പറയുന്ന ആളാണ്. ഗുണ്ണർ മിർദാൽ ആണ് ട്ടോ. എന്നാൽ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് ആരാണ്? മൊറാർജി ദേശായി ആണ്. റോളിംഗ് പ്ലാൻ ആരാ നടപ്പിലാക്കിയേ? മൊറാർജി ദേശായി ആണ് നടപ്പിലാക്കിയത്. ക്ലിയർ ആയോ? 5ാം പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കിക്കൊണ്ട് ആരംഭിച്ചതാണ് റോളിംഗ് പ്ലാൻ. 78, 80 കാലയളവിൽ റോളിംഗ് പ്ലാൻ എന്ന ആശയം ഗുണ്ണർ മിർദാലിന്റെയാണ്. എന്നാൽ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് ആരാണ്? മൊറാർജി ദേശായി ആണ്. അപ്പോ 5 പദ്ധതി വരെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയോ? 5ാം പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 6ാമത്തെ പ്ലാനിലേക്ക് പോവാണ്. 6th 5-year പ്ലാൻ. 6th പ്ലാനിന്റെ പ്രത്യേകത അത് 1980 തുടങ്ങി 1985 വരെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അതാണ് കാലയളവ്. എന്താണ് ലക്ഷ്യം? കാർഷിക, അതുപോലെ തന്നെ കാർഷിക വ്യവസായ മേഖലകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക. ഈ എല്ലാ ലക്ഷ്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. 80, 85 കാലയളവിൽ 6ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? കാർഷിക വ്യവസായ മേഖലകളുടെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു. 6 കഴിഞ്ഞാൽ പിന്നെ അടുത്തത് 7th പ്ലാൻ വരെയാണ്. 6നെ കുറിച്ച് എത്ര പഠിച്ചാൽ മതി? അതാണ് പ്രധാനമായിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യം. 7th പ്ലാൻ. 7th പ്ലാൻ വന്നത് 1985, 90 കാലയളവിൽ. 1900 ഇവിടെ 80, 85 ആണെന്ന് നമ്മൾ പറഞ്ഞു. 6. അപ്പൊ 7ാമത്തെ പഞ്ചവത്സര പദ്ധതി എപ്പോഴാ ഉണ്ടാവുക? 85, 90 ഉണ്ടാവുക. എന്താണ്? ആധുനികവൽക്കരണം. ലക്ഷ്യം മോഡേണൈസേഷൻ, ആധുനികവൽക്കരണം ട്ടോ. ആധുനികവൽക്കരണം. തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക. തൊഴിൽ അവസരങ്ങൾ എന്താണ്? കൂട്ടുക.
ഇതൊക്കെയായിരുന്നു 7ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. ഇത് പ്രഖ്യാപിച്ചത് നമ്മുടെ പ്രധാനമന്ത്രി ആരാണ്? രാജീവ് ഗാന്ധിയാണ്. ആരാണ്? രാജീവ് ഗാന്ധിയാണ്. ഈ രാജീവ് ഗാന്ധി എന്തിനാ ടീച്ചർ ഇപ്പോ രാജീവ് ഗാന്ധി എടുത്തു പറഞ്ഞേച്ചാ ഈ സമയത്താണ് ഇന്ത്യക്ക് വാർത്താവിനിമയ ഗതാഗത മേഖലകളിലൊക്കെ വളരെയധികം എന്താ പറയുന്നത് പുരോഗതി വന്നത്. ഇന്ത്യ സാങ്കേതികപരമായി വളരെയധികം ഉയർച്ചയിലെത്തിയത്. അങ്ങനെ രാജീവ് ഗാന്ധി ഇന്ത്യയെ സാങ്കേതികപരമായി ഉയർച്ചയിലെത്തിക്കാൻ രാജീവ് ഗാന്ധിയെ സഹായിച്ച സാങ്കേതിക ഉപദേഷ്ടാവ് ആര് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് സാം പിത്രോഡ എന്നാണ്. ആരാ മക്കളെ? സാം പിത്രോഡ. ആരാ? സാം പിത്രോഡ ട്ടോ. അങ്ങനെ 90-ൽ അവസാനിച്ച ഈ പഞ്ചവത്സര പദ്ധതി, 7ാം പഞ്ചവത്സര പദ്ധതി 90-ൽ അവസാനിച്ച് 7നും 8നും ഇടയ്ക്ക് വാർഷിക പദ്ധതികൾ കൊണ്ടുവരാണ്. എന്നൊക്കെയാണ് വാർഷിക പദ്ധതി? 1980, 82 കാലയളവിൽ 1992 കാലയളവിൽ 92 കാലയളവിൽ ഇന്ത്യയിൽ എന്ത് നടപ്പിലാക്കി? ആനുവൽ പ്ലാൻ അഥവാ വാർഷിക പദ്ധതി നടപ്പിലാക്കി അല്ലെ? അങ്ങനെ എന്താണ് നമ്മുടെ നരസിംഹറാവുവിന്റെ കാലത്ത് നരസിംഹറാവു ന്യൂ ഇക്കണോമിക് പോളിസി അഥവാ പുത്തൻ സാമ്പത്തിക പരിഷ്കാരം അല്ലെങ്കിൽ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയത് ഈ സമയത്തായിരുന്നു. പ്രധാനമന്ത്രി നരസിംഹറാവു ആയിരുന്നു എങ്കിൽ ആ സമയത്ത് മൻമോഹൻ സിംഗ് ആയിരുന്നു ധനമന്ത്രി. വളരെ ഇമ്പോർട്ടന്റ് ആണ് ധനമന്ത്രിയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയും. കാരണം ഇവിടെ വന്നത് ന്യൂ ഇക്കണോമിക് പോളിസി, ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം നിലവിൽ വന്ന സമയത്ത് പ്രധാനമന്ത്രി നരസിംഹറാവു അതുപോലെ തന്നെ നമ്മുടെ ധനമന്ത്രി മൻമോഹൻ സിംഗ് ഏത് സമയത്ത് നിലവിൽ വന്നു? ഇത് വാർഷിക പദ്ധതി കാലത്ത്, അല്ലെങ്കിൽ 7നും 8നും ഇടയിലുള്ള പഞ്ചവത്സര പദ്ധതി കാലത്ത് എന്നും നമുക്ക് പറയാം. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8th പ്ലാനെ കുറിച്ചാണ്, അല്ലെങ്കിൽ 8ാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ചാണ്. 92-ലല്ലേ ഇവിടെ തീരണേ? അപ്പൊ 92-ൽ തുടങ്ങി 97 വരെയാണ് നമ്മുടെ 8ാം പഞ്ചവത്സര പദ്ധതി. മാനവ ശേഷി വികസനം, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് അഥവാ മാനവശേഷി വികസനമാണ് 8ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. മാനുഷിക വികസനം, മാനവശേഷി വികസനം എന്നൊക്കെ നമുക്ക് പറയാം. ഹ്യൂമൻ ഡെവലപ്മെന്റ് ട്ടോ. 8ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് മൻമോഹൻ മോഡൽ എന്നാണ്. അപ്പൊ മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി 8ാം പഞ്ചവത്സര പദ്ധതിയാണ് എന്ന് ഓർത്തു വെക്കുക. ഇന്ത്യയിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതുപോലെ തന്നെ പഞ്ചായത്തി രാജ് എന്നിവ നിലവിൽ വന്ന സമയത്ത് ഏത് പഞ്ചവത്സര പദ്ധതിയായിരുന്നു? 8. അപ്പൊ പഞ്ചായത്തി രാജ്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നിവ നിലവിൽ വന്നത് 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി 8 കഴിഞ്ഞാൽ അടുത്തത് ഏതാ നമ്മൾ പഠിക്കാനുള്ളത്? 9ാമത്തെ പഞ്ചവത്സര പദ്ധതി അഥവാ 9th പ്ലാൻ ആണ്. 9th പ്ലാന്റെ കാലയളവ് അപ്പൊ എപ്പോ തുടങ്ങും? 1997-ൽ ആരംഭിച്ച് 2002 വരെയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. ഇവിടെ ഗ്രാമീണ വികസനത്തിന് ഊന്നൽ നൽകി. എന്താണ്? ഗ്രാമീണ വികസനത്തിന് ഊന്നൽ നൽകി. അതുപോലെ തന്നെ വികേന്ദ്രീകൃത ആസൂത്രണത്തിനും ഊന്നൽ നൽകി. വികേന്ദ്രീകൃത ആസൂത്രണം, ഗ്രാമീണ വികസനം, വികേന്ദ്രീകൃത ആസൂത്രണം തുടങ്ങിയവ ലക്ഷ്യമിട്ട് 97-2002 കാലയളവിൽ ആരംഭിച്ചതാണ് 9ാം പഞ്ചവത്സര പദ്ധതി. ഈ പദ്ധതിയെ നമ്മൾ ജനകീയ പദ്ധതി എന്ന് വിളിക്കുന്നു. അപ്പൊ ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നു 9ാം പഞ്ചവത്സര പദ്ധതി. അടുത്ത പ്രധാനം കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി. അപ്പൊ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി 9ാം പഞ്ചവത്സര പദ്ധതി. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി 9ാം പഞ്ചവത്സര പദ്ധതി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1-2
കാര്യങ്ങളാണ് 9ാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തത് നമ്മൾ 10ാമത്തെ പ്ലാനിലേക്ക് പോവാണ്. 10th പ്ലാൻ. 10th പ്ലാൻ 2002 തുടങ്ങുകയാണ്. 2007 വരെ, 2002 മുതൽ 2007 വരെയാണ് 10ാം പഞ്ചവത്സര പദ്ധതി. എന്താണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അഥവാ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി 2002 മുതൽ 2007 വരെ 10th പ്ലാൻ ആയിരുന്നു. ഇതിനെ നമ്മൾ വിളിക്കുന്നു കേരള മോഡൽ വികസന പദ്ധതി. അപ്പൊ കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്നത് 10ാം പഞ്ചവത്സര പദ്ധതി. കേരള മോഡൽ വികസന പദ്ധതി ഏതാണ്? 10ാം പഞ്ചവത്സര പദ്ധതി. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ 2 പഞ്ചവത്സര പദ്ധതിയും കൂടി ഉണ്ട്. ഒന്ന് 11th പ്ലാൻ, 11ാം പഞ്ചവത്സര പദ്ധതി. 11th പ്ലാൻ 2007 തുടങ്ങി 2012 അല്ലെ, 2007-12 11. എന്താണ് ഒരു പ്രത്യേക വിഭാഗം എന്നില്ല, ഇന്ത്യയിലെ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും എന്താണ് ജനവിഭാഗങ്ങളുടെയും വികസനം ലക്ഷ്യമിട്ടുകൊണ്ട്, ഇന്ത്യയിലെ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് 11ാം പഞ്ചവത്സര പദ്ധതി എന്ന് തുടങ്ങി 2007 തുടങ്ങി. 8% വളർച്ചാ നിരക്ക് കൈവരിച്ച ഈ പദ്ധതി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശരാശരി വളർച്ചാ നിരക്ക് കൈവരിച്ച പഞ്ചവത്സര പദ്ധതിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശരാശരി വളർച്ചാ നിരക്ക് കൈവരിച്ച പദ്ധതിയാണ്. 8% വളർച്ചാ നിരക്കാണ് കൈവരിച്ചത്. അടുത്തത് 12th പ്ലാൻ അഥവാ 12ാം പഞ്ചവത്സര പദ്ധതി 2012 മുതൽ 2017 വരെ കാലയളവ്. എന്തായിരുന്നു? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അഥവാ സുസ്ഥിര വികസനമാണ് ലക്ഷ്യം. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അഥവാ സുസ്ഥിര വികസനം ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ 2012-17 12ാം പഞ്ചവത്സര പദ്ധതി ട്ടോ. ഇനി അടുത്തത് ഇന്ത്യ ഗവൺമെന്റ് ലക്ഷ്യമിട്ടിരുന്നത് 8.2% ഒക്കെ ആയിരുന്നു. എന്താണ് 2012 ഡിസംബർ 27 ദി നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ, ദേശീയ വികസന സമിതി അനുവദിച്ച വളർച്ചാ നിരക്ക് എത്രയായിരുന്നു? 8% ട്ടോ. NDC അനുവദിച്ച വളർച്ചാ നിരക്ക് 8, ലക്ഷ്യമിട്ടിരുന്നത് 8.2 ട്ടോ. എന്തായിരുന്നു ലക്ഷ്യം? സുസ്ഥിര വികസനമായി ലക്ഷ്യം എന്നുകൂടി ഓർത്തു വെക്കാം. ഇത്രയാണ് പ്രധാനമായിട്ടും നമുക്ക് എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുള്ളത്, നമ്മുടെ പഞ്ചവത്സര പദ്ധതിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുള്ളത്. ഈ പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ 5 ഇയർ പ്ലാൻസ് അല്ലെ, 5 ഇയർ പ്ലാൻസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, ഈ 5 ഇയർ പ്ലാൻസ് എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തത് മുൻ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. എവിടെ നിന്നാണ്? മുൻ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് എന്ന് ഓർത്തുവെക്കാം. ലോകത്ത് ആദ്യമായി പഞ്ചവത്സര പദ്ധതികൾ ആവിഷ്കരിച്ചത് ആര് എന്നൊരു ചോദ്യം വന്നാൽ നിങ്ങൾ എഴുതണം ജോസഫ് സ്റ്റാലിനാണ്. ആരാണ്? ജോസഫ് സ്റ്റാലിനാണ്. അപ്പൊ ഇത്രയും ഭാഗമെങ്കിലും പഠിച്ചിട്ടേ നിങ്ങൾ എവിടേക്ക് പോവാവൂ? പരീക്ഷയ്ക്ക് പോവാവൂ ട്ടാ. പഞ്ചവത്സര പദ്ധതി ഒന്നാമത്തത് അല്ലെ, നമ്മൾ പറഞ്ഞു കാർഷിക മേഖലയുടെ സമഗ്ര വികസനം കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നു. ഹരോൾഡ് ഡോമർ മോഡലാണ്. UGC 5 IIT-കള് ബക്രാനങ്കൽ, ഹീരാക്കുഡ് എന്നിവ നിലവിൽ വന്നു 51 മുതൽ 56 വരെ. രണ്ടാമത്തെ പദ്ധതി 56-61 വ്യവസായിക വികസനം, ബിലായ്, ദുർഗാപൂർ, റൂർക്കേല വ്യവസായശാലകൾ മഹലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്നു എന്ന് പറഞ്ഞു അല്ലെ. ഇനി അടുത്തത് ഏതാണ്? തേർഡ് പ്ലാൻ 61-66 കാലയളവിൽ ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ പര്യാപ്തത. പ്ലാൻ ഹോളിഡേ 66-69 നടപ്പിലാക്കി ഇന്ദിരാഗാന്ധി. ഹരിത വിപ്ലവം വന്നു. 62-ലും 65-ലും വാറുണ്ടായി. നാലാമത്തെ പ്ലാൻ 69-74 സുസ്ഥിരതയോടുകൂടിയ വളർച്ചയായിരുന്നു ലക്ഷ്യം. ഇന്ദിരാഗാന്ധി ബാങ്ക് നാഷണലൈസേഷൻ കൊണ്ടുവന്നു. ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെടുന്നു. 71-ൽ പാക് വാറൊക്കെ ഉണ്ടായി അല്ലെ. ധവള വിപ്ലവം അല്ലെങ്കിൽ ഓപ്പറേഷൻ ഫ്ലഡ് ഒക്കെ
ആരംഭിച്ചു എന്ന് ഓർക്കാം. അഞ്ചാമത്തെ പദ്ധതി 74-79 ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു ലക്ഷ്യം. ഗരീബി ഘടാവോ 20 പരിപാടികൾ എന്നിവ കൊണ്ടുവന്നു. ഗരീബി ഘടാവോ എന്ന് പറയുന്ന മുദ്രാവാക്യം മുഴക്കി ആര്? ഇന്ദിരാഗാന്ധി. ഇനി 78-80 റോളിംഗ് പ്ലാൻ കൊണ്ടുവന്നു. ഈ കാലയളവിൽ ഗുന്നർ മിട്രാലാണ് ആശയം കൊണ്ടുവന്നത്. മൊറാർജി ദേശായി ആണത് നടപ്പിലാക്കിയത്. ആറാമത്തെ പ്ലാൻ 80-85 കാലയളവിൽ കാർഷിക വ്യവസായ മേഖലകളുടെ അടിസ്ഥാന സൗകര്യം ഊന്നൽ നൽകിക്കൊണ്ട് ആരംഭിച്ചു. ഏഴാമത്തെ പ്ലാൻ 85-90 ആധുനികവൽക്കരണം, തൊഴിലില്ലായ്മ മാക്സിമം കൂട്ടാന്നൊക്കെ തൊഴിലവസരങ്ങൾ മാക്സിമം കൂട്ടാന്നൊക്കെയായിരുന്നു ലക്ഷ്യം. രാജീവ് ഗാന്ധി കൊണ്ടുവന്നു. ആ സമയത്ത് രാജീവ് ഗാന്ധിയുടെ സാങ്കേതിക ഉപദേഷ്ടാവ് സാം പിട്രോഡെ ആയിരുന്നു. 85-90 ആരംഭിച്ച ഈ പദ്ധതിക്ക് ശേഷം 90-92 അതായത് 7-നും 8-നും ഇടയ്ക്ക് വാർഷിക പദ്ധതി കൊണ്ടുവന്നു. നരസിംഹറാവുവിന്റെ കാലത്ത് എന്താ പറയുന്നത്, ന്യൂ ഇക്കണോമിക് പോളിസി വന്നു. മൻമോഹൻ സിംഗ് ആയിരുന്നു അന്ന് ധനമന്ത്രി എന്ന് നമ്മൾ പറഞ്ഞു. എട്ടാമത്തെ പ്ലാൻ 92-97 മാനവശേഷി വികസനമാണ് ലക്ഷ്യം. മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നു. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, പഞ്ചായത്തി രാജ് എന്നിവ വന്നു. ഒമ്പതാമത്തെ പ്ലാൻ 97-2002 ഗ്രാമീണ വികസനം, വികേന്ദ്രീകൃത ആസൂത്രണം ലക്ഷ്യം. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നു. കുടുംബശ്രീ ആരംഭിച്ചു. പത്താമത്തെ പ്ലാൻ 2002-2007 മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക, കേരള മോഡൽ വികസന പദ്ധതി എന്ന് അറിയപ്പെടുന്നു. 11ാമത്തെ പ്ലാൻ 2007-2012 മുഴുവൻ ജനവിഭാഗങ്ങളുടെയും വളർച്ച ആണ് ലക്ഷ്യമായിരുന്നത്. ശരാശരി വളർച്ചാ നിരക്ക് ഏറ്റവും കൂടുതൽ ഈ പദ്ധതി കാലത്താണ് 8 അല്ലെ പെർസെന്റേജ്. 12th പ്ലാൻ എന്ന് പറയുന്നത് ലാസ്റ്റ് പ്ലാൻ 2012-17 കാലയളവിൽ സുസ്ഥിര വികസനമാണ് ലക്ഷ്യം. NDC ഒക്കെ നിർദ്ദേശ വളർച്ചാ നിരക്ക് 8% അല്ലെ. ഇനി 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ സോവിയറ്റ് യൂണിയനിൽ നിന്ന് കടമെടുത്തു. ആദ്യമായിട്ട് ആ ഒരു പദ്ധതി തുടക്കം കുറിച്ചത് ജോസഫ് സ്റ്റാലിനാണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഹോട്ട് ടോപ്പിക് ആയ 5 ഇയർ പ്ലാനിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? അപ്പൊ ടീച്ചർ ക്ലാസ് ക്ലിയർ ആയിച്ച അല്ലെങ്കിൽ മനസ്സിലാവുന്നുണ്ട് ചെന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ക്ലാസ്സിലേക്ക് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യും. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ.